എറണാകുളം ജില്ല ഇത്തവണ റെക്കോർഡ് പോളിംഗിലേക്കാണ് നീങ്ങിയത്. 79.78% വോട്ടുകളാണ് ജില്ലയിൽ ആകെ രേഖപ്പെടുത്തിയത്. 2021 ഇത് 75.90% മാത്രമായിരുന്നു. ഈ വർദ്ധിച്ച വോട്ടിംഗ് ശതമാനം ആരുടെ കണക്കുകൂട്ടലാണ് തെറ്റിക്കാൻ പോകുന്നത്? ജില്ലയിലെ വോട്ടിംഗ് കണക്കുകൾ ഒന്ന് വിശകലനം ചെയ്യാം. പതിവ് രീതികളിൽ നിന്ന് മാറി ഇത്തവണ കൊച്ചി നഗരത്തിലെ മണ്ഡലങ്ങളിൽ വലിയ പോളിംഗ് വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2021 67.21% നിന്ന് ഇത്തവണ എറണാകുളം മണ്ഡലം 78% ഉയർന്നു. തൃക്കാക്കരയിലും ഏകദേശം 8% വർധനവുണ്ടായിട്ടുണ്ട്. നഗരമേഖലയിലെ ഈ മുന്നേറ്റം യുവാക്കളുടെയും മധ്യവർഗത്തിന്റെയും വലിയ പങ്കാളിത്തമാണ് സൂചിപ്പിക്കുന്നത്. ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്ന് കണ്ടറിയാം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കുന്നത്തുനാടാണ്. 83.69% പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും പോളിംഗിൽ മുന്നിലായിരുന്നു ഈ മണ്ഡലത്തിൽ. ഇത്തവണയും പോളിംഗ് ഉയർന്നു നിൽക്കുന്നത് ത്രികോണ പോരാട്ടത്തിന്റെ തീവ്രതയാണ് കാണിക്കുന്നത്. 2020 വോട്ടുകൾ എങ്ങോട്ട് മറിയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇവിടുത്തെ കിങ് മേക്കർ. എറണാകുളത്തെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീ വോട്ടർമാരുടെ വർദ്ധിച്ച പങ്കാളിത്തമാണ്. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 10.22 ലക്ഷം സ്ത്രീകളാണ് വോട്ട് ചെയ്തത്. ഇത്തവണ പോളിംഗിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയ തൃപ്പൂണിത്തുറയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വി.ഡി. സതീശനും പി. രാജീവും മത്സരിക്കുന്ന പറവൂർ, കളമശ്ശേരി മണ്ഡലങ്ങളിലും 81% മുകളിലാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വോട്ടിംഗ് ശതമാനം ഉയർന്നത് സിറ്റിംഗ് സ്ഥാനാർത്ഥികൾക്ക് ആശ്വാസമാകുമോ അതോ വിരുദ്ധ തരംഗമാകുമോ എന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പറയും. ചുരുക്കത്തിൽ അക്കങ്ങളിലെ ഈ വർധനവ് കേവലം പോളിംഗ് ശതമാനമല്ല, അത് കൊച്ചിക്കാരന്റെ നിലപാടുകളുടെ പ്രതിഫലനമാണ്. വികസനം ചർച്ചയായ നഗരമണ്ഡലങ്ങളിലും കാർഷിക പ്രശ്നങ്ങൾ ആഞ്ഞടിച്ച മലയോര മേഖലകളിലും അതിർത്തിയിലെ VIP പോരാട്ടങ്ങളും ഒരുപോലെ മുന്നണികളെ മുൾമുനയിൽ നിർത്തുന്നു. വോട്ടിംഗ് മെഷീനുകൾക്കുള്ളിലെ ആ രഹസ്യം പുറത്തു വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കോട്ടകൾ കാക്കാൻ UDFും ചെങ്കൊടി പാറിക്കാൻ LDFും മാറ്റത്തിനായി 3 ശക്തികളും കരുനീക്കുമ്പോൾ എറണാകുളം ആരെ തുണയ്ക്കും? മെയ് 4 രാവിലെ മുതൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തെളിയുമ്പോൾ എറണാകുളത്തിന്റെ വിധി നിർണായകമാകും.